അങ്ങനെ ഈ ദൂരമത്രയും താണ്ടി നമ്മുടെ വാഹനം ഇപ്പോൾ പനാമ കടലിടുക്കിൻ്റെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. മനുഷ്യനിർമ്മിതമായ ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ പനാമ കനൽ തുടരുന്നു. പൂർണ്ണമായും മനുഷ്യബുദ്ധിയാണ് പനാമ കനലിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ഏകദേശം 20,000 കിലോമീറ്ററുകളോളമാണ് ഈ ഒറ്റ സംവിധാനം വഴി ജലഗതാഗതത്തിൽ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ആദ്യമായി 1892 ഫ്രഞ്ചുകാരാണ് ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള ആശയങ്ങൾ കൊണ്ടുവരികയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. പ്രധാനമായും രാജ്യത്തിൻ്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന കടലിൽ നിന്ന് ഏറ്റവും ദൂരം കുറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് പനാമ. ഇതിനെ കൃത്യമായി വിഭജിച്ചുകൊണ്ട് ഒരു കനാൽ നിർമ്മിക്കുക എന്നതായിരുന്നു 1892 ഫ്രഞ്ചുകാർ കൊണ്ടുവന്ന ആശയം. എന്നാൽ ആ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെടുകയാണ് പിന്നീടുണ്ടായത്. ഒരു ഭൂപ്രകൃതിയെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഇരുധ്രുവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കടലുകളെ ഒന്നിപ്പിക്കുക എന്നത് വളരെയേറെ ആപത്തുള്ള ഒന്നാണ്. 1892 പദ്ധതി നടത്തിപ്പ് മുതൽ തുടർന്നങ്ങോട്ടുണ്ടായ ഉരുൾപൊട്ടലുകളുടെ എണ്ണം ഒരു വലിയ സംഖ്യയാണ്. ഏകദേശം 22,000 മനുഷ്യരാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആപത്തുകളിൽ മരണമടഞ്ഞത്.